സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് രാഷ്ട്രീയം മറന്നുള്ള കൂട്ടായ്മ ആവശ്യമാണെന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ഇ അഹമ്മദ് പറഞ്ഞു. പള്ളിക്കര ബേക്കൽ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റെയിൽവേ വികസനത്തിന് കൂട്ടായ പ്രയത്നം ആവശ്യമാണ്. വികസനത്തിന് ഭൂമി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇക്കാര്യം പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ താൻ ബുദ്ധിമുട്ടിക്കാറുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ഇ അഹമ്മദ് പറഞ്ഞു. പള്ളിക്കര മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് മുൻപേ പ്രഖ്യാപിച്ച മംഗലാപുരം കണ്ണൂർ പാസഞ്ചർ ഇതുവരെ ഓടിക്കാനായില്ല. പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കാത്തതും കണ്ണൂരിൽ ട്രെയിൻ നിർത്തിയിടാൻ സൗകര്യമില്ലാത്തതും ഇതിന് തടസ്സമാകുന്നു. നിരക്ക് കുറഞ്ഞതിനാലും റോഡ് ഗതാഗതം താറുമാറായതിനാലുമാണ് സംസ്ഥാനത്ത് കൂടുതൽ പേർ തീവണ്ടി യാത്ര ആശ്രയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്കറിയാം റെയിൽവേയും കേരളവുമായിട്ടുള്ള ബന്ധത്തിൽ കേരളത്തിൽ ഏതെല്ലാം ഭാഗങ്ങൾക്ക് റെയിൽവേയുടെ അവഗണനയുണ്ടായി, മൊത്തം കേരളത്തിന് അവഗണനയുണ്ടായി, കേരളത്തിലെ ചില പ്രത്യേക പ്രദേശങ്ങൾക്ക് കൂടുതൽ അവഗണനയുണ്ടായി. 100 വർഷത്തിലധികം അല്ലെങ്കിൽ സദേൺ റെയിൽവേ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ റെയിൽവേ ആയിരുന്ന കാലത്ത് തുടങ്ങിയ മലബാർ പ്രദേശത്ത് സദേൺ റെയിൽവേ ആയിട്ടും ഇന്ത്യൻ റെയിൽവേ ആയിട്ടും അവർക്ക് ലഭിക്കാതിരുന്ന സാമാന്യമായ ആനുകൂല്യം പോലും കിട്ടാതിരുന്നുണ്ടായിരുന്ന വികാരം, വിഷമം, അതിന് വേണ്ടി പ്രവർത്തിച്ച ജനപ്രതിനിധികൾക്കുണ്ടായ പ്രയാസങ്ങൾ. ഒരിക്കൽ പാർലമെൻറ്റിൽ ആദ്യം മെമ്പറായിപ്പോയ 1991 എനിക്ക് തന്നെ പറയേണ്ടി വന്നു, കേരളത്തിൽ എപ്പോഴും മഴയുണ്ടായിരിക്കും, മലബാർ ഭാഗത്തുള്ള ട്രെയിനുകളിലൂടെ പോയാൽ മഴ കൊള്ളാതിരിക്കാൻ തീവണ്ടിക്കകത്തും കുടപിടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ റെയിൽവേയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരാൾ. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. എന്നിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ സന്തോഷകരമല്ലാത്ത അനുഭവങ്ങൾ, പിന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം, ഇന്ന് എന്താണുള്ളത്, ഇന്ന് എന്തൊക്കെ നടക്കുന്നു, ഇനി എന്തെല്ലാം നടക്കാനിരിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്താനും കഴിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതിൽ ആരെല്ലാം പങ്കെടുത്തു ആരെല്ലാം പങ്കെടുത്തില്ല എന്ന പ്രശ്നമില്ല, എല്ലാവർക്കും ആവശ്യമാണ്. ഒരു ട്രെയിൻ ഒരു സ്ഥലത്ത് പുറപ്പെട്ടാൽ അത് എല്ലാ സ്ഥലത്തും നിർത്തണമെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും, നിർത്തണമെന്ന് പറയാൻ ആരും ഉണ്ടാവുകയില്ല. കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് റെയിൽവേയെ പോലെയാണ് റെയിൽവേയുടെ പ്രവർത്തനം. റെയിൽ വണ്ടി എല്ലാം കൂട്ടി യോജിപ്പിച്ചാലേ പോവുകയുള്ളൂ. ഞാനിവിടെ ജനശതാബ്ദി കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൻ്റെ കോച്ചുകൾ ശരിയാക്കാനുള്ള ശ്രമത്തിലാണ്. കോച്ച് ഫാക്ടറിയിൽ പോയാൽ പല ട്രെയിനുകളും പ്രഖ്യാപിച്ചതുകൊണ്ട് അവർക്ക് കോച്ച് കിട്ടാനുള്ള പ്രവർത്തനവുമായി അവർ മുഴുകിയിരിക്കുകയാണ്. പുതിയ ഓർഡർ കൊടുത്താൽ അത് നടപ്പിലാക്കാൻ താമസിച്ചു വരുന്നു. അപ്പോൾ കോച്ച് കിട്ടുകയില്ല. അതിനുള്ള സഹകരണം ഒരു ഭാഗത്ത്. പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളുടെ ടൈം മാറ്റാൻ മറ്റൊരു ഭാഗത്ത്. എന്തിനേറെ പറയുന്നു, കണ്ണൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് ഒരു പാസഞ്ചർ വണ്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, റേക്ക് ശരിയായി, പക്ഷേ ലൈൻ ശരിയായിട്ടില്ല. എന്താ ലൈന്? മുമ്പിൽ വണ്ടി. ഈ വണ്ടി നിർത്താനുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം സൗകര്യമില്ല. പ്ലാറ്റ്ഫോം സൗകര്യപ്പെടുത്തണമെങ്കിൽ 40-45 മിനിറ്റ് മറ്റു ട്രെയിനുകൾ മാറ്റിയിരുത്തണം. ഇങ്ങനെ ഞാൻ ഓരോ ഉദാഹരണങ്ങൾ പറയുകയാണ്. എൻ്റെയോ അല്ലെങ്കിൽ മന്ത്രി എന്നതിലൊക്കെ എൻ്റെയോ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെയോ ഇതിനോ ശ്രമിക്കുന്നവരുടെയോ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങൾ പറയുകയാണ്. ഇത് ട്രെയിന് ട്രാക്കിലൂടെയാണ് പോകുന്നത്. മുമ്പിൽ ഒരു ട്രെയിൻ ഉണ്ടാവും, അത് ഓരോ സ്ഥലത്ത് എത്തണം. അത് എത്തുന്നതിന് മുമ്പ് മറ്റു ട്രെയിൻ വരും. പിന്നെ നമുക്ക് എണ്ണിച്ചുട്ടപ്പം പോലെ ഇരട്ടപ്പാത ഇല്ലല്ലോ. ഇരട്ടപ്പാത വന്നുകൊണ്ടിരിക്കുന്നതിലേ ഉള്ളൂ. ഉള്ള ഇരട്ടപ്പാതയിലൂടെയാണ് 4 പാതയിൽ പോകുന്ന വണ്ടികൾ ഇപ്പോൾ ഓടിക്കുന്നത് വസ്തുതയാണ്. അപ്പോൾ ഇത് എല്ലാവരും സഹകരിച്ച് കോർഡിനേറ്റ് ചെയ്യണം. ഈ തീവണ്ടി പോകുന്നത് വാഗനുകൾ അല്ലെങ്കിൽ അതിൽ പാസഞ്ചർ വണ്ടി ഉണ്ടാകും, അതിൽ മറ്റേ വണ്ടി ഉണ്ടാകും, എഞ്ചിൻ ഉണ്ടാകും, എല്ലാവരും പോകുന്നു. അതുമായി തന്നെയാണ് റെയിൽവേയുടെ സ്ഥിതിയും. നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് കൈകോർത്ത് പിടിച്ചാലേ സാധിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം
സംസ്ഥാന ഗവൺമെൻറ്റിനെ ഞാൻ പലപ്പോഴും ശല്യപ്പെടുത്തിയെന്ന് കൂടി പറഞ്ഞെനിക്ക് വിരോധമില്ല. പക്ഷേ അത് മുഖ്യമന്ത്രി ഒരു ശല്യമായി കരുതിയിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മളെല്ലാവരും യോജിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയാൽ റെയിൽവേയിൽ കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം ഞാൻ വന്നിട്ട് ഏതാണ്ട് 1.5 വർഷമായി. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ജനങ്ങളുടെ സഹകരണം കൊണ്ട്, നിങ്ങളുടെ എല്ലാം അനുഗ്രഹം കൊണ്ട്, സംസ്ഥാന ഗവൺമെൻറ് അടക്കമുള്ള എല്ലാ ഏജൻസികളുടെയും സഹകരണം കൊണ്ട്, എൻ്റെ MLA-മാരുടെ സഹകരണം കൊണ്ട്, MP-മാരുടെ സഹകരണം കൊണ്ട്, എല്ലാ വിഭാഗക്കാരുടെയും അകമഴിഞ്ഞ സഹകരണം കൊണ്ട് ഞാൻ സ്വന്തമായൊന്നും അവകാശപ്പെടുന്നില്ല. കൂടുതൽ ട്രെയിനുകൾ ഇവിടെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. ഇനിയും ട്രെയിനുകൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പാതകൾ ഇരട്ടിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മെമു എന്ന് പറയുന്ന ആ പുതിയ ട്രെയിൻ നടപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പക്ഷെ ചിലയിടത്ത് കുറച്ച് സ്ലോ അല്ലെങ്കിൽ പാളിച്ചാന്ന് പറയുന്നില്ല, ഉണ്ട്. അത് തീർക്കാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ തീർത്തു കഴിഞ്ഞാൽ കൂടുതൽ യാത്രാ സൗകര്യം നമുക്ക് ഉണ്ടായിത്തീരും. സംസ്ഥാന മന്ത്രി M. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത 67 മേൽപ്പാലങ്ങളുടെ പണി പൂർത്തിയാക്കുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചാലേ റെയിൽവേ മേഖലയിൽ വികസനം സാധ്യമാവൂ എന്നും മന്ത്രി വിജയകുമാർ പറഞ്ഞു. മേൽപ്പാല നിർമ്മാണ സംസ്ഥാന സർക്കാരിൻ്റെ അധിക ബാധ്യതയാണ്. ഇതിൻ്റെ ചെലവിൻ്റെ മുഖ്യ ഭാഗവും വഹിക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി വിജയകുമാർ വ്യക്തമാക്കി. റെയിൽവേ കടന്നു പോകുന്നതുകൊണ്ട് മുറിഞ്ഞു പോകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം. ഇതിനെ സ്റ്റേറ്റ് ഹൈവേ എന്ന നിലയിൽ റോഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള മേൽപ്പാലം ഇത് എത്രയോ നാളുകളായിട്ട് നാം ആഗ്രഹിച്ചു കൊണ്ടിരുന്നതാണ്. അതിന് പരിഹാരമെന്ന നിലയിൽ പ്രവൃത്തി ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടിപ്പോൾ 10 വർഷമായില്ല, 9 വർഷം ആയി എന്നത് അല്ലേ ഇതിൻ്റെ ആവശ്യകത വിളിച്ചു. ഇതിനു വേണ്ടി മുൻകൈയെടുത്തവർ എല്ലാം ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത ആക്ഷൻ കൗൺസിൽ ഇവിടെയുണ്ട്. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ഇവിടെയുണ്ട്. പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു. അങ്ങനെ എത്രയോ പ്രവർത്തനങ്ങൾ. പക്ഷെ അതെല്ലാം സഹകരിച്ചു. അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായി. ആദ്യം റെയിൽവേ സഹമന്ത്രിയായിരുന്ന ശ്രീ O. രാജഗോപാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പറഞ്ഞു. ഇപ്പോൾ റെയിൽവേ സഹമന്ത്രിയായിരിക്കുന്ന ശ്രീ അഹമ്മദ് സാഹിബ് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് ആവിഷ്കരിക്കാൻ സാധിച്ചു. ഈ റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ മേൽപ്പാലം ഉണ്ടല്ലോ, റെയിലിൻ്റെ മേലിൽ കൂടെയുള്ള പാലം ഉണ്ടല്ലോ, അതിൻ്റെ ചെലവിൻ്റെ 50% മാത്രമേ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ അനുവാദത്തോടു കൂടി അവർ അനുവാദം തരികയും അവരിതിന് മുൻകൈയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൽ നയപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഈ സർക്കാർ ഒരു അസാധാരണമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. ഈ RBDCKയുടെ ലയബിലിറ്റി എല്ലാം സെറ്റിൽ ചെയ്തു. അതൊന്നും ഇവിടെ സെക്രട്ടറി പറഞ്ഞില്ല. എല്ലാം സെറ്റിൽ ചെയ്ത് അവർക്ക് സർക്കാർ ഗ്യാരണ്ടിയോട് കൂടി 200 കോടി രൂപ എടുക്കാൻ അനുവാദം കൊടുത്തു. അല്ലെങ്കിൽ RBDCK ആരാ കടം കൊടുക്കുന്ന പൈസ? ആരും കൊടുക്കൂ? കാൽ പൈസ കൊടുക്കൂല. ഈ കോർപ്പറേഷൻ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോട് കൂടി അവർ കടമെടുത്ത് ഈ രൂപത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഞങ്ങൾ ചെറുവത്തൂർ ഉൾപ്പെടെ ഇവിടെ പ്രസിഡന്റൊക്കെ ഇരിപ്പുണ്ട്. ഉടൻ തന്നെ ശിലാസ്ഥാപനം നടത്തും. അങ്ങനെയുള്ള സമയബന്ധിതമായ ഒരു 2 വർഷക്കാലം കൊണ്ട് ഇത് മുഴുവൻ പൂർത്തീകരിക്കണം. ഇങ്ങനെ വിട്ടുപോകുന്നത് ശരിയല്ല. സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് 2 വർഷക്കാലം കൊണ്ട് ഈ 67 മേൽപ്പാലങ്ങളുടെയും പണി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ വിജയം. വികസനം എന്ന് പറയുന്നതാണ്. ആ രൂപത്തിൽ സംസ്ഥാന സർക്കാർ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ റോഡുകൾ പുതുക്കി പണിയാൻ കേരളത്തിലെ റോഡുകളെ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് 5 കാറ്റഗറിയായി തരംതിരിച്ച് ഏറ്റവും മോശം അതാണ് താഴെയേറ്റം. പിന്നെ ശരാശരി നല്ലത്, ഏറ്റവും നല്ലത് അത് വേറെ അല്ലേ. ഏറ്റവും മോശം അങ്ങനെയുള്ള റോഡുകൾ
ഏകദേശം 10,000 കിലോമീറ്റർ റോഡുണ്ട് കേട്ടോ കേരളത്തിൽ. ഏറ്റവും മോശം സഞ്ചരിക്കാനേ പറ്റില്ല. ജോലി ചെയ്യണം. ഇന്നത്തെ റിവ്യൂവിൽ ഞങ്ങൾ പറഞ്ഞു പകൽ മാത്രം ജോലി ചെയ്താൽ പോരാ, രാത്രിയും ജോലി ചെയ്യണം. എങ്ങനെയാന്നൊക്കെ അവർ ചോദിച്ചു. അതിനൊരു മാർഗം ഉണ്ടാക്കണം. അങ്ങനെ ഈ അടിയന്തര പരിഹാരം കാണുകാവുന്ന റോഡുകൾ ഇതാക്കുക. ഇങ്ങനെയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന കാര്യം. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇവിടെ ഉണ്ട്, PWDക്കാരെല്ലാം അവിടെ ഉണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റെടുത്തതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് നടത്തേണ്ടതെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കണം. അത് കഴിഞ്ഞ് റിന്യൂവൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റീടാറിംഗ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ പ്രകടമായ ഒരു മാറ്റം, കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തു. ടെൻഡർ ചെയ്യാൻ 3 ആഴ്ച, ഒരാഴ്ചയായി ചുരുക്കി. ടെൻഡർ ചെയ്യാനേ 3 ആഴ്ച കൊണ്ട് നടക്കൂല, നിങ്ങൾക്കറിയാം. അതേപോലെ ടെൻഡർ പബ്ലിഷ് ചെയ്യാൻ അതിനങ്ങ് തിരുവനന്തപുരത്ത് അയക്കണം, വേണ്ട കാസർഗോഡ് ചെയ്യാം. എഞ്ചിനീയർമാരുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 15 ലക്ഷം മാത്രം ഉണ്ടായിരുന്നത് 50 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. ടെക്നിക്കൽ സാങ്ഷൻ അവർക്ക് തന്നെ കൊടുക്കാം. ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ, സമയം ചുരുക്കിക്കൊണ്ട് ഉള്ള ഒട്ടേറെ നടപടികൾ കൂടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് പി. കരുണാകരൻ MP, MLA-മാരായ CT അഹമ്മദ് അലി, KV കുഞ്ഞിരാമൻ, പള്ളിപ്രം ബാലൻ, K. കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, മുൻ കേന്ദ്ര സഹമന്ത്രി O. രാജഗോപാൽ, MK മുനീർ, DRM SK റൈന, കലക്ടർ ആനന്ദ് സിംഗ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നുച്ചി കുഞ്ഞിരാമൻ, വൈസ് പ്രസിഡന്റ് VK മാധവി, ജില്ലാ പഞ്ചായത്ത് അംഗം A. ജാസ്മിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കപ്പണ മുഹമ്മദ് കുഞ്ഞി, പഞ്ചായത്ത് അംഗങ്ങളായ KCK ഷീബ, MU അബ്ദുൾ റഹ്മാൻ, KEA ബക്കർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. വെളുത്തമ്പു, MC കമറുദ്ദീൻ, T. കൃഷ്ണൻ, K. ശ്രീകാന്ത്, NA നെല്ലിക്കുന്ന്, ഹരീഷ് B. നമ്പ്യാർ, കൊടക്കാട് കുഞ്ഞിരാമൻ, AK അബ്ദുള്ള, ദാമോദരൻ, M. കറുത്തമ്പു, K. കുഞ്ഞിരാമൻ, CBJ പുല്ലോളിപ്പൽ എന്നിവർ പ്രസംഗിച്ചു. മന്ത്രിമാരെയും വിശിഷ്ടാതിഥികളെയും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ജനങ്ങൾ സ്വീകരിച്ചു.